യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ആദ്യ നൂറ്റാണ്ടിൽ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ആ കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ ഈ കാലഘട്ടത്തിലും വചനത്തിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ആ വചനം അത്ഭുതങ്ങൾ ചെയ്ത് അടയാളങ്ങൾ ചെയ്ത് ആ വചനത്തെ ദൈവം സ്ഥിരീകരിക്കും, ഉറപ്പിക്കും. അനേകം സാക്ഷ്യങ്ങളും ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, സാക്ഷ്യമാകുന്നുണ്ട്. എല്ലാ മഹത്വവും ദൈവത്തിന് മാത്രമാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു നിസ്സാര ഉപകരണങ്ങൾ മാത്രമാണ്. ഞങ്ങൾ ആ വിഷയത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം തന്നതല്ലാത്ത ഒന്നും ഈ ജീവിതത്തിലില്ല. ദൈവം തന്നതല്ലാത്ത ഒരു നന്മയും ഈ ശുശ്രൂഷയിലുമില്ല, ഈ ഒരു ആലയത്തിലുമില്ല. എല്ലാം ദൈവം നൽകിയത് മാത്രമാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, എല്ലാ ദിവസവും ഒരു പ്രാർത്ഥന കിട്ടുന്നത്, ഒരു വചനം കിട്ടുന്നത്, അതിലൂടെ ഒരു നന്മ അനുഭവിക്കാൻ കഴിയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഞാനത് വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. കാരണം ദൈവവചനത്തിലൂടെ കിട്ടുന്നൊരു പ്രാർത്ഥനയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, മുന്നോട്ട് പോകാൻ അതാവശ്യമായ എല്ലാ നന്മകളും നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു 25 നോമ്പ് കാലം ആ കൂട്ടത്തിൽ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുവാണ്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനത്താൽ ഇന്ന് അനുഗ്രഹിക്കപ്പെടും. ഇന്ന് കേൾക്കുന്ന വചനം നമുക്കൊത്തിരി പ്രയോജനമുള്ള അനുഗ്രഹമുള്ള ഒന്നായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് ഈ വചനം നമുക്ക് കേൾക്കാം. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് ഒന്ന് പ്രസംഗിക്കാൻ, ഒന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. ജോബ് ഒരു ദൈവഭക്തനായിരുന്നു. ആ കൂട്ടത്തിൽ ആ നാട്ടിലെ ഒരു സമ്പന്നനുമായിരുന്നു. സാധാരണമായൊരു സമ്പത്തുള്ള ആളല്ല, വലിയ സമ്പന്നനായിരുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. വചനം വായിക്കാം. സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാകാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അവിടെ ഒരു സമയം എഴുതിയിട്ടുണ്ട്. ഓരോ പുത്രന് വേണ്ടി, ഓരോ മകനു വേണ്ടിയും ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവരെ വിശുദ്ധീകരിക്കുമായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കും നമ്മൾ മാത്രമാണ് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത്. അത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയൊരു പ്രവണതയാണ്, ഒരു രീതിയാണ്. അല്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നൊരു സംഭവമാണിത്. അതിരാവിലെ എഴുന്നേറ്റ് ഓരോ മക്കൾക്ക് വേണ്ടിയും ദഹനബലി അർപ്പിക്കുമായിരുന്നു എന്ന് നിങ്ങളും മാതാപിതാക്കൾ എന്ന നിലയിൽ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വചനത്തെ സ്വീകരിക്കണം. മക്കൾക്ക് വേണ്ടി വചനത്തെ സ്വീകരിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ച ജോബിന് കിട്ടിയൊരു ബ്ലെസ്സിങ് എഴുതി വച്ചിട്ടുണ്ട്, ഒരു അനുഗ്രഹം. അതെഴുതി വച്ചിരിക്കുന്നത് 10-ാമത്തെ വാക്യമാണ്. 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഇപ്പോൾ വായിച്ചു കേട്ടത് 5-ാമത്തെ വാക്യമാണ്. അതിൻ്റെ ഉത്തരം 10-ാമത്തെ വാക്യത്തിലുണ്ട്. അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു. ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരനുഗ്രഹത്തെക്കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത്, ദൈവവചനം പറയുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച്
വചനം കേട്ട് ആ വചനത്തിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ഇതുതന്നെ ദൈവം നമുക്ക് നൽകുന്നു. അങ്ങ് അവനും ആ വ്യക്തിക്കും അവൻ്റെ ഭവനം, വീടിനും സമ്പത്തിനും, അപ്പോൾ അവനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ദൈവം ഒരു വേലി ഉണ്ടാക്കിയെന്ന്. ചുറ്റും വേലി കെട്ടി. ആര് വേലി കെട്ടി? പ്രാർത്ഥിക്കുന്ന എൻ്റെ ജീവിതത്തിന്, നമ്മുടെ ജീവിതത്തിന് ചുറ്റും സംരക്ഷണത്തിൻ്റെ വേലിക്കെട്ടിനെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവർത്തികളെ, അന്ന് ആ വ്യക്തി ചെയ്ത പ്രവർത്തികളെയൊക്കെയും ദൈവം അനുഗ്രഹിച്ചു. വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരാണ്. ബിസിനസ് ഉള്ളവരുണ്ട്, ജോലിയുള്ളവരുണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്, വളർത്തുമൃഗങ്ങളെ നോക്കുന്നവരുണ്ട്, വലിയ ജോലി ചെയ്യുന്നവരുണ്ട്, വലിയ സ്ഥാനത്തിരിക്കുന്നവരുണ്ട്, ഡോക്ടർമാർ, നഴ്സുമാർ. നിങ്ങളുടെ പ്രവൃത്തികളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ കരങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നമ്മളിപ്പോൾ വിചാരിക്കും ഇത് കേൾക്കാൻ മാത്രം ഒരു സന്തോഷമുള്ളൂ. അല്ല, കേൾക്കാൻ മാത്രമുള്ള ഒന്നല്ല. നിങ്ങളുടെ പ്രവൃത്തികളുടെ മേൽ, ജീവിതത്തിൻ്റെ മേൽ അനുഗ്രഹമുണ്ടാകുന്ന ഒരു വാതിലിനെയാണ് തുറന്നിരിക്കുന്നത്. അടുത്ത വാക്കെന്നാന്ന് വായിച്ചേ? അനുഗ്രഹിച്ചു എന്ന് മാത്രമല്ല, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ആര് ചെയ്തു? ദൈവം ചെയ്തു. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തെ ദൈവം സൂക്ഷിച്ചു എന്ന് മാത്രമല്ല, അവൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചു എന്ന് മാത്രമല്ല, അവൻ്റെ ഭവനത്തെ ദൈവം സമ്പത്ത് വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ചുവെന്ന്. ഹല്ലേലൂയ! ഇതേ ദൈവത്തെ നാം ഇന്നും ആരാധിക്കുന്നു. ഇതേ ദൈവത്തിൻ്റെ വചനം ഇന്ന് നാം കേൾക്കുന്നു. ഇതേ ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇന്നായിരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഒരു തിന്മയ്ക്കും, ഒരു അന്ധകാര ശക്തികൾക്കും, ഒരു പൈശാചിക പീഡകൾക്കും, ഒരു അന്ധകാര സ്വാധീനങ്ങൾക്കും, മന്ത്രങ്ങൾക്ക്, കൂടോത്രങ്ങൾക്ക്, ക്ഷുദ്രപ്രയോഗങ്ങൾക്ക് കയറി വരാൻ പറ്റാത്ത വിധത്തിൽ, അപകടത്തിന്, ദുർമരണത്തിന്, മൂപ്പെത്താത്ത മരണത്തിന്, ചതി, വഞ്ചന എന്നിവയ്ക്കൊന്നും കയറി വരാൻ പറ്റാത്ത വിധത്തിൽ എല്ലാ പഴുതുകളെയും അടച്ച് ദൈവമേ, അങ്ങ് ഞങ്ങളുടെ സമ്പത്തിനും തലമുറയ്ക്കും ജീവിതത്തിനും കുടുംബത്തിനും ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കണമേ. പ്രാർത്ഥിക്കുക. ആ സമ്പത്തിനെ വർദ്ധിപ്പിക്കണമേ. ഇതേ പ്രാർത്ഥന നമ്മളെന്നും പ്രാർത്ഥിക്കണം. കർത്താവ്, ഇതാണ് ഡെയിലി ബ്ലെസ്സിങ്ങിൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും വചനം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന നന്മ, ദൈവം കൊടുക്കുന്ന അനുഗ്രഹമായത്. ഹല്ലേലൂയ! ഇത് നമ്മുടെ ജീവിതത്തിൽ വരണം. ആ വേലി പൊളിയാൻ പാടില്ല. ആ വേലി പൊളിക്കാൻ ആര് പറഞ്ഞാലും സമ്മതിക്കരുത്. ആ വേലിയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ നമുക്കെല്ലാ സംരക്ഷണവും തരുന്നത്. നമ്മുടെ സമ്പത്തല്ല നമ്മളെ സംരക്ഷിക്കുന്നത്, നമ്മുടെ കൂടെയുള്ള മിത്രങ്ങളല്ല നമ്മളെ സംരക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ കടാക്ഷവും ദൈവത്തിൻ്റെ അനുഗ്രഹവുമാണ് നമ്മളെ മുന്നോട്ട് ആരോഗ്യത്തോടെ, ആയുസ്സോടെ നയിക്കുന്നത്. ഹല്ലേലൂയ! അങ്ങനെയെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ, ഇന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഈ വചനം കേട്ട ഓരോ വ്യക്തികളെ ഓർക്കുവാണ്. ജോബ് രാവിലെ എഴുന്നേറ്റപ്പോൾ എപ്പോഴോ തോന്നിയപ്പോൾ പ്രാർത്ഥിച്ചു എന്നല്ല, അതിരാവിലെ. ഞാനും നിങ്ങളും ഇന്ത്യൻ സമയം, പല രാജ്യങ്ങളിൽ പല സമയമാത് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും ഈ സമയം അതിരാവിലെ അതേ സമയം നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് എല്ലാ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വചനത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. അത് നിൻ്റെ ചുവടുകളെ, യാത്രകളെ, പ്രവൃത്തികളെ സമൃദ്ധമായ അനുഗ്രഹത്തിലേക്ക് നയിക്കും. സംരക്ഷണം തരും. ഒരു അനർത്ഥവും വരത്തില്ല. ഒരു തിന്മയും നിന്നെ തൊടുകയില്ല. ഒരു ചതിയും നിൻ്റെ മേൽ വരത്തില്ല. ഒരു പാരവയ്ക്കലും നിന്നെ ഏശുകയില്ല. ആരൊക്കെ ഇല്ല വചനം പറഞ്ഞാലും നീ തളരുകയില്ല. ആരൊക്കെ നിന്നെക്കുറിച്ച് എന്തെല്ലാം കുഴിവെട്ടി ചാടിക്കാൻ നോക്കിയാലും നിന്നെ ദൈവം കാത്തുകൊള്ളും. നീ വീഴത്തില്ല. ഹല്ലേലൂയ! പ്രാർത്ഥിക്കാൻ പോവാണ്. ഇന്നേ ദിവസം ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെ എല്ലാം മനസ്സിലോർത്ത്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിച്ച്, ദൂരത്തായിരിക്കാം, സമീപത്തായിരിക്കാം, മറ്റൊരു രാജ്യത്തായിരിക്കാം, മറ്റൊരു ദേശത്തായിരിക്കാം, മറ്റൊരു ജോലിയിലായിരിക്കാം, അവർക്കൊണ്ട് പ്രാർത്ഥിച്ച് അവരുടെ എല്ലാ ജീവിതത്തിൽ അനുഗ്രഹം വരട്ടെ, അവരുടെ എല്ലാ ജീവിതത്തിൽ നന്മകളുണ്ടാകട്ടെ. നമുക്ക് ഈശോയുടെ ആശീർവാദം ഈ വചനത്തിൽ നിന്നുകൊണ്ട് നൽകി പ്രാർത്ഥിക്കുവാണ്. പ്രിയരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കാര്യം അറിയിപ്പായിട്ട് പറയുവാണ്. ബാംഗ്ലൂരിൽ നിന്നോ കാസർഗോഡ്, കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ വരാൻ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ
ഞങ്ങളുടെ അറിവിൽ ലഭിച്ചിട്ടുള്ള ചിലരുടെ കോണ്ടാക്ട് നമ്പറുകളും അറിയിപ്പുകളും ഈ ക്ലാസ്സിന് ശേഷം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് അത് നോക്കാം. ആഗ്രഹമുള്ള സമയത്ത് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരണമേ എന്ന് അപേക്ഷിക്കുവാണ്. ഫോൺ എടുക്കുന്ന സമയം രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ്. നിങ്ങൾ ഓർക്കണമേ, ആ സമയത്ത് പ്രയോജനപ്പെടുത്തുക. പ്രിയപ്പെട്ട, നാളെ വ്യാഴാഴ്ചയാണ്. ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണി മുതൽ ഒരു 10, 15, 20 മിനിറ്റ് 9 ദിവസത്തേക്ക് ഈ നോമ്പുകാലത്ത് വിശുദ്ധ യൂദാശ്ലീഹായുടെ നൊവേന ചൊല്ലി നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. സാധ്യമായ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ. കർത്താവെ, ദഹന ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച ജോബിൻ്റെ കുടുംബത്തെ വേലി കെട്ടി സുരക്ഷിതത്വം കൊടുത്തതുപോലെ, സമ്പത്ത് വർദ്ധിപ്പിച്ചതുപോലെ, സംരക്ഷണം കൊടുത്തതുപോലെ, കർത്താവ് ഇന്ന് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിനും അതുപോലെയുള്ള സംരക്ഷണവും ആരോഗ്യവും അനുഗ്രഹവും സമ്പത്ത് വർദ്ധിക്കുന്ന അനുഭവം എല്ലാം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പത്താത്ത മരണത്തിൽ നിന്നും, പീഡകളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, പാരവെക്കുന്ന അവസ്ഥയിൽ നിന്നും എല്ലാം ഞങ്ങളെ സംരക്ഷിക്കണമേ. ദോഷം വരാതെ കാത്തുകൊള്ളണമേ. തിന്മയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഒരു തിന്മയും വരാതെ ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും ദൈവം നൽകുന്ന സമ്പത്തും ഐശ്വര്യവും നന്മയും ദൈവം എനിക്കും നിങ്ങൾക്കും തരട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നല്ലൊരു സമയം നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ നന്മകളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ്. സാധ്യമായ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ച് നല്ലൊരു ദൈവാനുഗ്രഹം പ്രാപിക്കാം. ആമേൻ.